ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രാജ്യത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന സംഘപരിവാര ഫാസിസ്റ്റുകളുടെ കുടില ബുദ്ധിയാണ് വഖഫ് ഭേദഗതി ബിൽ 2024. സ്വതന്ത്ര പരമാധികാര മതേതര റിപ്പബ്ലിക്കിനെ സവർണാധിപത്യ ചാതുർവർണ്ണ്യ മതാധിഷ്ഠിത റിപ്പബ്ലിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢതന്ത്രം തിരിച്ചറിയുക. വഖഫ് കയ്യേറ്റ ഭൂമിയോ കവർച്ച ചെയ്തെടുത്ത സ്വത്തോ അല്ല. സമൂഹത്തിന്റെ പൊതുനന്മ ഉദ്ദേശിച്ചുകൊണ്ട് വിശ്വാസി വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി തങ്ങൾക്കേറെ പ്രിയപ്പെട്ടതിൽ നിന്നും ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന സ്വത്താണ് വഖഫ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൊല്ലം ആശ്രമ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയും തുടർന്ന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അധ്വാനിക്കും ജനകോടികളുടെ അവകാശങ്ങൾ നേടാൻ, അവരുടെ വിയർപ്പ് തുള്ളിയിൽ പണിത അധികാരങ്ങൾ നിർത്താൻ, പുതിയൊരു ലോകം പണിയാൻ ചൂഷക ശക്തികൾ പണിയും കാണ ചെങ്ങല പൊട്ടിച്ചെറിയാൻ, അടിമച്ചെങ്ങല പൊട്ടിച്ചെറി. പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കിയവർ, ബുൾഡോസർ രാജിലൂടെ നിരപരാധികളുടെ വീടും സ്ഥാപനങ്ങളും നിലം പരിശാക്കിയവർ, നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ച് മസ്ജിദുകളും ചർച്ചുകളും തച്ചു തകർക്കുന്നവർ, ഇവർ രാജ്യത്തെ അപകടപ്പെടുത്തുകയാണ്. ഫാഷിസത്തിന്റെ മൂർദ്ധമായ കരാളഹസ്തങ്ങളിൽ നിന്ന് നമുക്ക് രാജ്യത്തെ വീണ്ടെടുക്കാം. മഹത്തായ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നമുക്ക് മാതൃരാജ്യത്തിനു വേണ്ടി കൈകോർക്കാം. വരൂ സഹോദര, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കു വേണ്ടിയുള്ള, നീതിക്കു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് കൈകോർക്കാം. അധ്വാനിക്കും ജനകോടികളുടെ അവകാശങ്ങൾ നേടാൻ, അവരുടെ വിയർപ്പ് തുള്ളിയിൽ പണിത അധികാരങ്ങൾ നിർത്താൻ. ആവേശോജ്ജലമായ വഖഫ് സംരക്ഷണ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെയായി ചരിത്ര സാക്ഷിയായ കൊല്ലം നഗരത്തിന്റെ രാജവീതികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കൊല്ലം നഗരത്തിന്റെ ഓരോ പൊൻകൊടിയെയും ഉളകച്ചാട്ടിലാക്കിക്കൊണ്ട് കൊല്ലം നഗരത്തിന്റെ ഓരോ പടൽത്തരിയെയും രോമാഞ്ചമറ്റുക പണിയിച്ചുകൊണ്ട് കൊല്ലം നഗരത്തിന്റെ ഇന്നത്തെ സായം സന്ധ്യയെ ത്രസിപ്പിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി ഇതാ SDPIയുടെ ഐതിഹാസികമായ അത്യുജ്വലമായ അത്യുന്നതമായ ആവേശോജ്വലമായ വഖഫ് സംരക്ഷണ റാലി കുതിച്ചാർക്കുകയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹിച്ചാലും. മർദ്ദിത പീഡിത ന്യൂനപക്ഷങ്ങളെ മർദ്ദിച്ചൊതുക്കുന്ന കാഴ്ച മനസ്സിൽ പതിഞ്ഞിട്ടും മാറി നിൽക്കുന്നോരെ ചാരത്തുമെത്തിടും തീർച്ച. ഭരണകൂടം കാട്ടുന്ന നീതിക്കറുതി വേണം, ജീവൻ വെടിഞ്ഞും കണ്ണീരുവാക്കും നമ്മൾ ഭയക്കുന്നതാരേ. രാജ്യത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന സംഘപരിവാര ഫാസിസ്റ്റുകളുടെ കുടില ബുദ്ധിയാണ് വഖഫ് ഭേദഗതി ബിൽ 2024. സ്വതന്ത്ര പരമാധികാര മതേതര റിപ്പബ്ലിക്കിനെ സവർണാധിപത്യ ചാതുർവർണ്ണ്യ മതാധിഷ്ഠിത റിപ്പബ്ലിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢതന്ത്രം തിരിച്ചറിയുക. സംരക്ഷണ റാലി സിന്ദാബാദ്, വംശവരിയുടെ വഖഫ് ബില്ല്, ആർഎസ്എസിൻ ഗൂഢ അജണ്ട, സംഘിപ്പടയുടെ ഭീകര ബില്ലുകൾ, ചവറ്റുകുട്ടയിൽ എറിയും വരെയും തുടരും ഞങ്ങൾ പ്രതിഷേധം, ഇൻക്വിലാബ് സിന്ദാബാദ്, SDPI സിന്ദാബാദ്, നന്മയ്ക്കായി ദാനം ചെയ്ത ഭൂമിയും സ്വത്തും തട്ടിയെടുക്കാൻ പദ്ധതിയിട്ടൊരു വഖഫ് ബില്ല് പിൻവലിക്കും വരെയും ഞങ്ങൾ തെരുവിൽ തുടരും പ്രതിഷേധം, ഇൻക്വിലാബ് സിന്ദാബാദ്, SDPI സിന്ദാബാദ്. വഖഫ് ബോർഡിൽ നുഴഞ്ഞു കയറി വഖഫ് സ്വത്തുക്കൾ കയ്യേറാൻ പടച്ചുണ്ടാക്കിയ വഖഫ് ബില്ല് ആർജവമുള്ളൊരു ഇന്ത്യൻ ജനത വലിച്ചെറിയും കട്ടായം, ഇൻക്വിലാബ് സിന്ദാബാദ്, SDPI സിന്ദാബാദ്, സംഘിപ്പടയുടെ
ദേശീയതയുടെ വഖഫ് ബില്ല് RSS ഗൂഢപദ്ധതി നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ അധിവസിക്കും പൗരന്മാരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ഇല്ല നിങ്ങൾക്കാവില്ല ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് അധികാരത്തിൻ തിണ്ണമിടക്കിൽ സംഘി നിന്നുടെ വിളയാട്ടം ഭീകര നിയമത്തോന്യാസം അവയുടെ മുന്നിൽ തോറ്റുമടങ്ങാൻ തയ്യാറില്ലെന്നോർത്തോളൂ ജീവൻ നൽകി രക്തം നൽകി ചെറുത്തു നിൽക്കും കട്ടായം പ്രതിഷേധത്തിൻ കോട്ടകൾ തീർത്ത് പൗരസമൂഹം തെരുവുകൾ തോറും പ്രതിഷേധത്തിൻ പടയണി ചേരാൻ തയ്യാറാവുക സോദരരെ ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് തൊഴിലും തൊലിയുടെ നിറവും നോക്കി പൗരന്മാരെ പലതരമാക്കും മനുഷ്യവിരുദ്ധ ചാതുർവർണ്ണ്യം മനുവിൻവാദം നിയമമാക്കാൻ വെമ്പൽ കൊള്ളും സംഘികളെ ഇല്ല ഇവിടെ നടപ്പില്ല നിങ്ങളുടെ മോഹം നടപ്പില്ല ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് സാമൂഹിക സുരക്ഷയ്ക്ക് SDPI ജനകീയ സംരക്ഷണ റാലിക്ക് ശേഷം മഹാസമ്മേളനം. ഈ മഹത്തായ മഹാസമ്മേളനത്തിന് അധ്യക്ഷ പ്രഭാഷണം നടത്തുവാനായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് CP അബ്ദുൽ ലത്തീഫ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ മുൻ ചെയർമാൻ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി സാന്നിധ്യം കൊണ്ട് ഈ മഹാസമ്മേളനത്തിന് ധന്യമാക്കിയ ആദരണീയനായ ഉസ്താദ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അവറുകളെ, പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി അംഗം, മുൻ അധ്യക്ഷൻ പ്രിയപ്പെട്ട മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വർക്കിംഗ് സെക്രട്ടറി കൊല്ലം ബഹുമാന്യനായ തടിക്കാട് സയ്യിദ് ഫൈസി, ജമാഅത്ത് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആദരണീയനായ അഡ്വക്കേറ്റ് KP മുഹമ്മദ് സാഹിബ്, വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് ദേശീയ വൈസ് പ്രസിഡന്റ് KK റൈഹാനത്ത്, പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ, ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ, SDTU സംസ്ഥാന സെക്രട്ടറി ഫസൽ റഹ്മാൻ, SDPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് AK സലാഹുദ്ദീൻ, സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറ, ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരന്മാരെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദ് രാജ്യം ഇന്ന് നേരിടുന്ന അതീവ ഗുരുതരമായ ഒരു ഭരണഘടനാപരമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുകയുണ്ടായി. നമ്മുടെ രാജ്യം ലോകത്ത് അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുന്നത് സവിശേഷമായ ഇന്ത്യയുടെ ഭരണഘടന എന്ന മഹത്തായ അതിൻ്റെ അടിക്കല്ല് കാണിച്ചുകൊണ്ടാണ് ലോകത്ത് ഈ രാജ്യത്തെ നമ്മൾ ഉയർത്തി കാണിക്കുന്നത്. വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ രാജ്യം. ഭാഷ, ദേശം, ജീവിത ശൈലി, സംസ്കാരം, മതം, ജാതി തുടങ്ങി വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായി ഈ രാജ്യത്തെ ഏകീകരിപ്പിക്കുന്നത്
നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മുടെ ദേശീയ ഗവൺമെൻറ് നിയമമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബിൽ 2024. അതിൻ്റെ നിരവധി പോരായ്മകൾ, അതിൻ്റെ അപകടങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ വഖഫ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിശ്വാസപരമായി വിശുദ്ധമായി ഒരാൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവൻ്റെ അധ്വാനത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന സംഭാവനയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗമാണ് വഖഫായിട്ട് മാറ്റിവെക്കുന്നത്. അത് മാറ്റിവെക്കുമ്പോൾ വളരെ കൃത്യമായി നിർവചിക്കപ്പെടും ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന്. ആ ആവശ്യം നിർവഹിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആ വഖഫ് സാധുവാകുകയുള്ളൂ. അത് അതേപടി നിലനിർത്തുന്നതിന് വേണ്ടി ആ ആവശ്യം ഇവിടെ അതേ രീതിയിൽ പുലർത്തുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ വഖഫ് എന്ന് പറയുന്നത് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കർബലയിലെ കുറച്ച് ഭൂമി ആദ്യമായി വഖഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ആരംഭിച്ച അതിൻ്റെ സൽക്രമങ്ങളിൽപ്പെട്ട കർമ്മശാസ്ത്രത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അത് പിന്നീട് നമ്മുടെ രാജ്യത്ത് ഡൽഹിയിലും അതുപോലെ ഇന്ത്യയുടെ തെരുവോരങ്ങളിലെ ഓരോ പ്രദേശങ്ങളിലും ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വഖഫ് ഭൂമികൾ, ആ വഖഫ് സ്വത്തുക്കൾ അത് ഏതിന് ആവശ്യത്തിന് വേണ്ടിയാണോ മാറ്റിവെച്ചത് അത് നിർവഹിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ ഇന്ന് ആ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് നിലവിലുള്ള സംവിധാനങ്ങൾ, സെൻട്രൽ വഖഫ് കൗൺസിലാണെങ്കിലും അതുപോലെ തന്നെ സംസ്ഥാന വഖഫ് ബോർഡുകളാണെങ്കിലും അത് നിയന്ത്രിക്കുന്നതിന് നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി മുസ്ലിങ്ങളല്ലാത്തവരെ അതിൽ തിരുകിക്കയറ്റി ജനാധിപത്യ വിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായി അതിൻ്റെ ശരിയായ നടത്തിപ്പ് അതിൻ്റെ ശരിയായ ആളുകളിൽ നിന്ന് മാറ്റി പകരം സംഘികൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് നിയമനിർമ്മാണം നടത്തുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഒരാൾ വിശ്വാസപരമായി അത് എഴുതി വെച്ച വഖഫ് അത് ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരിക്കും, പള്ളി പരിപാലനത്തിന് വേണ്ടിയായിരിക്കും, ഖുർആനിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കും. ആ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ ഈ രാജ്യത്തെ RSSന്റെ കൈകളിലേക്ക് വന്നാൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വഖഫ് ഭൂമികളിൽ, വഖഫ് സ്വത്തുക്കളിൽ അത് മദ്രസകളുണ്ട്, പള്ളികളുണ്ട്, കോളേജുകളുണ്ട്, അതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. RSSന്റെ കൈകളിലേക്ക് ഇത് വരുന്ന പക്ഷം സംഭവിക്കാൻ പോകുന്നത് ഇന്ന് നിലവിലുള്ള മദ്രസകളുടെ പഠനം, ആ മദ്രസകളുടെ സിലബസ്, പള്ളികളുടെ മതപഠനം, പള്ളികൾ നടന്ന കുത്തുബകൾ, അതുപോലുള്ള സകലമാന സംഗതികളിലും ഈ വഖഫ് ബോർഡുകൾ നിയന്ത്രിക്കാൻ വരികയും അത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മതവിശ്വാസം, മുസ്ലിങ്ങൾ ഇന്ന് അവരുടെ ജീവാത്മാവായി നിലനിർത്തുന്ന മതവിശ്വാസം ഇല്ലാതാക്കാനുള്ള ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമാണ്. ഈ തിരിച്ചറിവാണ് ഈ വഖഫ് സ്വത്തുക്കൾ കൈയടക്കുക മാത്രമല്ല, രാജ്യത്തുള്ള 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുക്കൾ അത് കൈയടക്കി അവർക്ക് അവകാശപ്പെടുത്തുക മാത്രമല്ല, ആ വഖഫ് ഭൂമികളിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിച്ചു പോരുന്ന അവരുടെ മതപരമായ പ്രബോധന പ്രവർത്തനങ്ങളെ കടിഞ്ഞാണിടുകയും അത് തകർക്കുകയുമാണ് ഈ വഖഫ് ബില്ലിന്റെ ഗൂഢലക്ഷ്യം. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി ഈ ബില്ലിനെതിരിൽ പ്രക്ഷോഭത്തിനിറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഇത് ഈ വഖഫ് ബില്ല് ഒരു സ്വാഭാവികമായ ഒരു ബില്ലല്ല. രാജ്യത്ത് നമ്മുടെ നിയമനിർമ്മാണങ്ങളിൽ, നമ്മുടെ ലോക്സഭകളിൽ, രാജ്യസഭകളിൽ, നിയമസഭകളിൽ സംസ്ഥാന സർക്കാരുകളും ദേശീയ ഗവൺമെന്റുകളും വിവിധങ്ങളായ നിയമങ്ങൾ ഉണ്ടാക്കാറുണ്ട്, നിലവിലുള്ള നിയമങ്ങൾ ഭേദഗതി വരുത്താറുണ്ട്.
പക്ഷേ ആ ഭേദഗതികൾ രാജ്യത്തിന്റെ പൗരന്മാർക്ക് വേണ്ടിയുള്ളതായിരിക്കണം. അതാണ് ഭരണഘടനയുടെ സത്ത. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൗരന്മാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു രാജ്യം അവിടെ പൗരന്മാർക്കെതിരെ നിയമനിർമ്മാണം നടത്തുന്നുവെങ്കിൽ അത് ഇന്ത്യയാണ് എന്ന് ഈ അടുത്ത കാലത്ത് സർവേയിൽ ഇവിടെ വ്യക്തമാക്കപ്പെട്ടു. ലോകത്ത് വെറുപ്പുളവാക്കുന്ന ഭരണാധികാരികൾ മുൻപന്തിയിൽ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ് എന്ന് ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ നടക്കുന്ന മതവിരുദ്ധമായ ജനവിരുദ്ധമായ അസഹിഷ്ണുതയിലൂന്നി നിൽക്കുന്ന വളരെ ക്രൂരമായ നിരവധി വെറുപ്പുളവാക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കുക വഴി ഇന്ത്യ രാജ്യം ലോക സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് ഇന്ന് ലോകത്തുള്ള ഇന്നത്തെ അദ്ദേഹത്തിന്റെ റിമാർക്സ് എന്ന് പറയുന്നത് വെറുപ്പ് ഉളവാക്കുന്ന വെറുപ്പ് ഫാക്ടറിയുടെ മുതലാളിയായിട്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇവരോട് ചിലത് പറയാനുണ്ട്. നമുക്കറിയാം വിവിധ കാര്യങ്ങൾ ഇവിടെ പലരും പലപ്പോഴും ഈ രാജ്യത്ത് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം വന്നു. ആ നിയമം എന്തുദ്ദേശിച്ചാണ്? ഒരേ ഒരു കാര്യം, രാജ്യത്ത് പൗരത്വം നൽകുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകില്ല എന്നതായിരുന്നു. ഇപ്പോൾ ഇവിടെ വഖഫ് ഭേദഗതി നിയമം വരുമ്പോ മുസ്ലിങ്ങളുടെ സ്വത്താണ് കവർന്നെടുക്കുന്നത്, മുസ്ലിങ്ങളുടെ മതവിശ്വാസമാണ് ഇല്ലാതാക്കുന്നത്. ഇവിടെ പള്ളികളുടെ അടുക്കല്ലുകൾ കുഴിച്ചു മാന്തുന്നത് എന്തിനാണ്? ആ പള്ളികൾ മുസ്ലിങ്ങൾക്ക് അന്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ഇവിടുത്തെ മുസ്ലിങ്ങളെ അതുപോലുള്ള മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഈ രാജ്യത്തെ പൗരന്മാരല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. നമുക്കിവിടെ അവരോട് സൂചിപ്പിക്കാൻ ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തെ വളർത്തുമക്കളല്ല. ഇന്ത്യ രാജ്യത്തെ മുസൽമാന്മാർ ഇന്ത്യയിലെ വളർത്തുമക്കളല്ല. ഇന്ത്യ രാജ്യത്തെ മുസൽമാന്മാർ ഇന്ത്യ നൊന്തുപെറ്റ മക്കൾ തന്നെയാണ്. ഇന്ത്യ രാജ്യത്തെ മുസൽമാന്മാർ ഇന്ത്യ നൊന്തുപെറ്റ മക്കൾ തന്നെയാണ്. അവർക്ക് ഈ മണ്ണിൽ ജന്മാവകാശമുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ, ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന സകലമാന അവകാശങ്ങളിലും, ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ, ഈ രാജ്യത്തിന്റെ ജൈവ വസ്തുക്കളിൽ, ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ സകല സംഗതികളിലും ഈ രാജ്യം അനുവദിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്നതിലും, ഈ രാജ്യത്തിൽ വോട്ടവകാശം നിർവഹിക്കുന്നതിലും, ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സമിതികളിൽ അംഗങ്ങളാകുന്നതിനും, ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കളാക്കുന്നതിലും ഈ രാജ്യത്തെ മുസൽമാന്മാർക്ക് ജന്മാവകാശമായ മൗലികമായ അവകാശമുണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഇവരെ അന്യവൽക്കരിക്കാൻ സാധ്യമല്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടെ കയറി വന്നവരല്ല. ഇവിടെ ഈ ഇന്ത്യ രാജ്യം നൊന്തുപെറ്റ മക്കൾ തന്നെയാണ്. ഈ ജന്മാവകാശം ഹനിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, ആ അവകാശം നിങ്ങൾ തകർക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, ആ ജന്മാവകാശം, ആ പൊക്കിൾക്കൊടി ബന്ധം ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, ഇവിടെ ഈ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ജീവശ്വാസം നിലക്കുന്നത് വരെ സാധ്യമല്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആരാണ്? ഞങ്ങളുടെ ഈ പൊക്കിൾക്കൊടി ബന്ധം ഇല്ലാതാക്കുന്ന നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ആരാണ് ഇതിന് ശക്തി തന്നിട്ടുള്ളത്? നമുക്ക് ചോദിക്കാൻ അർഹതയുണ്ട്. നിങ്ങൾ ആരാണ്? ഞങ്ങൾക്കറിയാം നിങ്ങൾ ആരാണ് എന്ന്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, ഈ രാജ്യം ബ്രിട്ടീഷുകാരുടെ മേധാവിത്വത്തിൽ നമ്മുടെ പരമമായ അധികാരം അധീശപ്പെടുത്തി, രാജ്യത്തിന്റെ പരമാധികാരം അധീശപ്പെടുത്തി, ഈ രാജ്യത്തെ വൈദേശിക അടിമത്തത്തിൽ ഈ രാജ്യം പ്രയാസപ്പെട്ടു നിന്ന സമയത്ത് രാജ്യത്തെ വൈദേശിക മേധാവിത്വത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നിസ്സഹകരണ പ്രസ്ഥാനം ഈ രാജ്യത്ത് കൊടുമ്പിരി കൊണ്ടപ്പോൾ നമ്മുടെ കോളേജുകളിൽ നിന്ന് നമ്മുടെ മക്കൾ പുസ്തകക്കെട്ടുകൾ കോളേജിനകത്തേക്ക് വലിച്ചെറിഞ്ഞ് രാജ്യത്തിന്റെ തെരുവീതികളിൽ വൈദേശികർക്കെതിരെ സമരം നടത്തിയവരാണ്. അന്നത്തെ കോടതികളിൽ കറുത്ത് ഗൗണിട്ട നമ്മുടെ ബാരിസ്റ്റർമാർ
ആ ബാരിസ്റ്റർമാർ ഗൗണുകൾ അഴിച്ചിട്ട് രാജ്യത്തിന്റെ തെരുവീതികളിൽ സമരത്തിന് വന്നവരാണ്. അന്ന് കോളേജ് വിട്ട് ഈ രാജ്യത്തിന്റെ സമര പോരാട്ട ഭൂമിയിൽ ശക്തരായ സാന്നിധ്യം അറിയിച്ച അന്നത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ തലമുറ പിൽക്കാലത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ജീവത്യാഗം ചെയ്ത ആ സമൂഹത്തിന്റെ തലമുറ ഇന്ന് ഇവിടെ അസ്തിത്വത്തിന് വേണ്ടി അങ്ങേയറ്റം പാടുപെടുന്ന ഒരവസ്ഥാവിശേഷമാണുള്ളത്. പക്ഷെ നിങ്ങളാരാണ്? അന്ന് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ച ഒരു ജനവിഭാഗം, അവരുടെ സമര പോരാട്ടങ്ങൾ കൊണ്ട് ജീവത്യാഗം അനുഭവിക്കേണ്ടി വന്ന ഒരു സമൂഹം. ആ സമൂഹത്തിന് അന്ന് പ്രയാസപ്പെട്ടപ്പോൾ ബ്രിട്ടനിൽ പോയി വൈദേശിക വിദ്യാഭ്യാസം പഠിക്കുകയും പിൽക്കാലത്ത് ഇന്ത്യയുടെ വൈസ്രോയിയെ പോലെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നവരായി മാറുകയുമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളാണോ ഞങ്ങളുടെ പൊക്കിൾ കൂടി ബന്ധം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങളുടെ പിതാമഹന്മാർ വാഗൻ ട്രാജഡിയിലും അതുപോലുള്ള ഭീകരമായ വൈദേശികരുടെ പീഡന മുറകളിലും അങ്ങേയറ്റത്തെ പ്രയാസപ്പെട്ട് ജീവൻ ത്യജിച്ച് പ്രയാസമനുഭവിച്ച് ഞങ്ങൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടിയപ്പോൾ നിങ്ങൾ സുഖലോലുപന്മാരായി ബ്രിട്ടീഷ് മേധാവികൾക്ക് മുമ്പിൽ മാപ്പെഴുതി കൊടുത്ത് അവിടെ ഷൂ നക്കിക്കൊണ്ട് മാപ്പെഴുതി കൊടുത്ത് സുഖമായി ഇന്ത്യ രാജ്യം വസിച്ച നിങ്ങളാണോ ഞങ്ങളുടെ പൊക്കൾ കൂടി ബന്ധം നിഷേധിക്കാനും വേണ്ടി മുറിക്കാനും വേണ്ടി നിങ്ങൾ വരുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. ആ അവകാശം, ഈ ഞങ്ങളുടെ അവകാശത്തെ, ഈ രാജ്യത്തിന്റെ ജന്മാവകാശത്തെ ഞങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചു കളയാൻ, അത് ഇല്ലാതാക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഈ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകൾ ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അവർ അന്യവൽക്കരിക്കാനുള്ളതായിരിക്കരുത്. അവർ ഈ രാജ്യത്തിന്റെ മക്കളല്ലാതാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾക്കുള്ളതാകരുത്. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് അവരെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ രാജ്യത്ത് അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അധസ്ഥിതരായ ദളിത് സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള, ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്രമായ രാഷ്ട്രീയ പോരാട്ട ഭൂമിയിൽ അങ്ങേയറ്റം ശക്തമായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ അടങ്ങി നിൽക്കുകയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന മതം, ഈ രാജ്യത്തെ ഏത് പൗരനും അവൻ വിശ്വസിക്കുന്ന മതത്തിൽ നിലനിൽക്കാനും അത് പ്രബോധനം നടത്താനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്നുവെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ, ആ പ്രിവിലേജ് ഞങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് ഭരണഘടനാ വിരുദ്ധമായി ഈ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുന്നുവെങ്കിൽ ആ നിയമനിർമ്മാണങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പൂർവികർ ജീവൻ കൊടുത്ത് ത്യാഗം ചെയ്ത് നേടിയെടുത്ത ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, ഈ രാജ്യത്തിന്റെ പരമാധികാരം ഏതെങ്കിലും വേമ്പോക്കികൾക്ക് അടിയറ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് അവരുടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് SDPI നടത്തിയ ഈ പ്രക്ഷോഭ പരിപാടികൾ ഇത് ഒരു തുടർച്ചയാണ്. വഖഫ് നിയമം ഭേദഗതി ബിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി, അത് നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി SDPI നടത്തുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് ഈ രാജ്യത്ത് തുടക്കം കുറിച്ചിരിക്കുന്നു. ആ പ്രക്ഷോഭ പരിപാടികൾക്ക് ഈ രാജ്യത്ത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങൾക്ക് പിന്തുണ തരണം, ഞങ്ങളോട് സഹായിക്കണം. ഇതെന്തിനു ചോദിച്ചാൽ ഇവിടെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ജൈന മതക്കാരനും സിഖ് മതക്കാരനും മതവിശ്വാസിക്കും അല്ലാത്തവനും ഒരേ വേദിയിലിരുന്നു കൊണ്ട്, ഒരേ ഇടങ്ങളിലിരുന്നു കൊണ്ട്, ഒരേ കടകളിലിരുന്നു കൊണ്ട്, ഒരേ ബസ്സിലിരുന്നു കൊണ്ട്, ഒരേ ട്രെയിനിലിരുന്നു കൊണ്ട് മുഖത്തോട് മുഖം നോക്കി സൗമ്യതയോടുകൂടി, സ്നേഹത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി പരസ്പരം നോക്കാനും അംഗീകരിക്കാനും പരസ്പരം വിശ്വസിക്കാനും പരസ്പരം ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു സ്ഥിതി വിശേഷം ഈ രാജ്യത്ത് ഇല്ലാതാക്കാനുള്ള ഈ ഗൂഢശ്രമങ്ങളെയാണ് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയേണ്ടത്. അത്തരമൊരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന RSS എന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റുകാരുടെ സംഘമായ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഘടനവാദത്തിന്റെ ശക്തിയായ RSSകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ
RS നേതൃത്വം കൊടുക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് വളരെ പുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക.